നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ, നിന്നെ ഞങ്ങൾക്ക് മനസ്സിലാകത്തോണ്ടല്ല. നിന്റെ തീരുമാനങ്ങളൊന്നും ഞങ്ങൾ ഇനി ചോദ്യം ചെയ്യാനും പോകുന്നില്ല. പിന്നെ നീയും വിനയനും ഇനി ഒരുമിച്ച് ജീവിക്കണോ വേണ്ടതെന്നൊക്കെ ഇനി കാലം തീരുമാനിക്കട്ടെ. ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് തെറ്റിൽ നിന്നും തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ശരിയിലേക്ക് കൈപിടിച്ച് കയറ്റുക മാത്രമാണ്. അതെ ശരി, വിനയൻ മാറാനായിട്ട് തീരുമാനിച്ചപ്പോ ഞങ്ങളെങ്കിലും അത് അംഗീകരിച്ച് അവനെ കൂടെ നിർത്തിയില്ലായിരുന്നെങ്കിൽ വിനയൻ വീണ്ടും പഴയ വഴിക്ക് പോവുമായിരുന്നു. അയാള് നാശത്തിലേക്ക് തന്നെ പോകണമായിരുന്നു രഘുവേട്ട. നശിച്ച് നരകിക്കുമ്പോ മാത്രമേ പണ്ട് എന്നെ നരകിപ്പിച്ചതിന്റെ വേദന അയാൾക്ക് മനസ്സിലാവൂ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന വലിയ പുണ്യമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതം തൊലച്ചവനെ രക്ഷിക്കാൻ നടക്കുന്നവരാ നിങ്ങള്. സാരല്ല, പെണ്ണെന്നും സഹിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവളാണല്ലോ. നിങ്ങളുടെയൊക്കെ സഹായത്തോടെ നാളെ അയാൾ എന്റെ മക്കളെയും കയ്യിലെടുക്കും. ഞാൻ മാത്രമേ തനിച്ചായി പോകൂ. എന്നാൽ എനിക്ക് ജീവനുള്ളിടത്തോളം ഞാൻ അയാളുടെ കൂടെ ചേരില്ല. ചിരു, ആന്റണി, അങ്ങനെ ആ മിഷൻ സക്സസ് ആയി. ആ 20 ലാക്ക് നിതിന്റെ അക്കൗണ്ടിൽ വീണ് കഴിഞ്ഞു. അടിപൊളി. നീയാടാ ആൺകുട്ടി. ആ, നീ ഇപ്പൊ തന്നെ നമ്മുടെ പിള്ളേരുടെ ചാർജ് എത്രയും ചോദിക്കേ. ചോദിക്കാം. എല്ലാവർക്കും ചോദിച്ചാൽ 1000 രൂപ കൂടുതൽ എടുത്തേക്കേ. ഓക്കേടാ, അതൊക്കെ ഞാൻ ചോദിച്ചേക്കാം. അവളെ വീട്ടിലെത്തിക്കണ്ടേ? വേണം. വണ്ടി റെഡിയാണല്ലോ അല്ലേ? ജംഗ്ഷൻ വരെ അമ്പുജ നമ്മുടെ വണ്ടിയിൽ പോകും. അത് കഴിഞ്ഞ് ദേ ഒരു ഓട്ടോയിൽ വിടാം. അതാണ് പ്ലാൻ. മതി. അവരുടെ ഭാഗത്തുനിന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ ദയോടെ ഒരു താങ്ക്സ് പറഞ്ഞിട്ട് വരാം. എടാ, വെറും ടാങ്ക്സ് ആണോ അതോ? എന്തായി? ക്യാഷ് വന്നോ? എനിക്ക് പോകാമോ? പോവാം. ഇതുവരെ വെയിറ്റ് ചെയ്തിട്ട് അവസാന നിമിഷം ധൃതി വെക്കലതേ. നിന്റെ പണം കിട്ടിയെങ്കിൽ പിന്നെ ഒരു നിമിഷം എന്നെ ഇവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ? നിനക്ക് നിന്റെ ഫോൺ വേണ്ടേ? ഇതാ ചാർജ് തീർന്നിരിക്കുക. വീട്ടിലെത്തി ബാറ്ററി ചാർജ് ചെയ്താലേ ഉപയോഗിക്കാൻ പറ്റൂ. അമ്പുജോ, ദയക്ക് പോകാനുള്ള വണ്ടി റെഡിയായെന്ന് ആന്റണിയോട് ചോദിച്ചിട്ട് വാ. താങ്ക്സ് ദയ. നീ സഹകരിച്ചുകൊണ്ട് മാത്രമാ കാര്യങ്ങൾ ഇത്ര വേഗം നടന്നത്. എനിക്ക് നിന്റെ ഒരു താങ്ക്സിന്റെ ആവശ്യമില്ല. ഇനി ഒരിക്കലും നീ എന്റെ മുന്നിലേക്ക് വരാതിരുന്നാ മാത്രം മതി. അത് കൊള്ളാം. അന്ന് നിനക്ക് വേണ്ടി നിന്റെ ആൾക്കാർ നന്ദുവിനെ ഇല്ലാതാക്കുമ്പോ അതേ മുഖവുമായി ഒരുത്തം കൂടി ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ലല്ലേ? കൊന്നതാവനെ. ഫ്ളാറ്റിന്റെ മുകളിലേക്ക് ഒത്തുതീർപ്പിനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് കൊന്ന് തള്ളിയതാ എന്റെ നന്ദുവിനെ.
പണം കിട്ടിക്കഴിഞ്ഞപ്പോ നീ പുതിയ അടവെടുക്കാൻ നോക്കാണല്ലേ? അവൻ ചത്തതേ അവന്റെ കയ്യിലിരിപ്പോണ്ട. അതുപോലെ നിനക്കും ചാവണ്ടെങ്കി മര്യാദക്ക് എന്നെ ഇവിടുന്ന് തുറന്നു വിട്ടോ. എന്റെ സഹോദരനോട് നീ കാണിക്കാത്ത മര്യാദ ഞാൻ എന്തിനാണ് നിന്നോട് കാണിക്കുന്നേ? നന്ദുവിന്റെ കൂട്ടുകാരൻ ആന്റണി എന്നോട് പറഞ്ഞത് നന്ദു നിന്നെ ഒരിക്കൽ കൂടി സ്വന്തമാക്കാൻ ആഗ്രഹിച്ചെന്നാ. പാവം, അവന്റെ അവസാനത്തെ ആഗ്രഹം സഫലമാവാതെ അവൻ പോയി. അവന്റെ ആത്മശാന്തിക്ക് വേണ്ടി അവന്റെ ആഗ്രഹം ഞാൻ എന്നിലൂടെ സാധിച്ചു കൊടുക്കാൻ പോവാ. എന്റെ ദേഹത്തെങ്ങനെ തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടും. എങ്കിലും വെട്ടടി. നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. ചെയ്ത ജീവനോടെ നീ പുറത്തു പോവില്ല. മര്യാദക്കാണെങ്കിൽ പണ്ട് നീ നന്ദുവിന്റെ കാര്യം മറന്ന് ശബരിയുടെ കൂടെ ജീവിച്ചതുപോലെ ഇതും കഴിഞ്ഞൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ നിനക്ക് നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പോവാം. എന്തു പറയുന്നു? അഭിമാനമുള്ളൊരു പെണ്ണ് ഒരിക്കലേ ചതിക്കപ്പെടും. പിന്നെ അവൾക്കുണ്ടാകുന്ന ചതിയുടെ പേര് മരണമെന്ന. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ എന്റെ അടുത്തേക്ക്. വേട്ടയാടി പിടിക്കുന്ന ആടി എനിക്കിഷ്ടം. ദയല്ലേ ഇത്? അവര് വിട്ടയച്ചതോ അതോ ഇവിടെ ചാടിയതോ? എന്തു പറ്റി? അവന്മാര് നിന്നെ വീട്ടിലെത്തിക്കാന്നല്ലേ പറഞ്ഞത്? കാശ് കിട്ടിയപ്പോ അവന്മാരാള് മാറി എന്നെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോ ഞാൻ അവനെ കുത്തി. കുത്തിയെന്നു? പിന്നെ നീ എങ്ങോട്ട് പോവാ? പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ. അല്ലാതെ വേറെ വഴിയില്ല വിനേട്ടാ.